بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا وأنت وسيلتنا، أدركنا أغثنا انظرنا يا أكرم الثقلين يا كنز الوراء، جد لي بجودك وارضني برضاك يا سيد السادات. جئتك قاصدا أرجو رضاك وأحتمي بحماك، فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم على حبيبك خير للخلق كلهم. ബഹുമാനമുള്ള പണ്ഡിതന്മാർ, കേരളത്തിൻ്റെ കഷ്ണങ്ങളായ മുതഅല്ലിമീങ്ങൾ, ചെറുപ്പക്കാർ, ഇവിടെ ഒരുമിച്ച് കൂടിയ ലൈവിൽ ശ്രദ്ധിക്കുന്ന സഹോദര സഹോദരിമാർ, നീണ്ട ഒരു സംസാരത്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ലെന്ന് എനിക്കറിയാം. നേരത്തെ അനസ് അമാനിയും ജബ്ബാർ സഖാഫി ഉൾപ്പെടെയുള്ള ധാരാളം പണ്ഡിതന്മാർ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മയിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നാം ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയത് പൊയ്യത്തവയിൽ നടന്നു വരുന്ന, നേരത്തെ വന്യരായ താജു ശരീഅ അലി കുഞ്ഞി ഉസ്താദ് തുടങ്ങിവെച്ച മഹത്വമേറിയ ദറസ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ മജീദ് ഫൈസി ഉസ്താദ് അവറുകൾ നേതൃത്വം നൽകുന്ന ഇവിടുത്തെ ദറസിൻ്റെ വാർഷിക മജ്‌ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, ധാരാളം പണ്ഡിതന്മാർ ഇവിടെയുണ്ട്. ഇവിടുത്തെ ദറസിലെ മുദരിസന്മാരുണ്ട്, മറ്റ് പണ്ഡിതന്മാരുണ്ട്, കമ്മിറ്റി ഭാരവാഹികൾ, പ്രസിഡന്റ് ഉൾപ്പെടെ നമ്മുടെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. നമ്മുടെ ഈ പരിപാടിയോട് സഹായിച്ച, സഹകരിച്ച, സ്നേഹിച്ച് എത്തിപ്പെട്ട ധാരാളം നമ്മുടെ മുഹിബ്ബീങ്ങൾ, എല്ലാവർക്കും ഖൈറാത്ത് ബറകാത്തുകൾ അല്ലാഹു വർദ്ധിപ്പിക്കുമാറാവട്ടെ. രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന ധാരാളം രോഗികൾ നമ്മളിലും പറയപ്പെട്ടവരിലും ഉണ്ട്. എല്ലാവർക്കും ആജിലായ ശിഫാഹ് നൽകുമാറാവട്ടെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ പ്രയാസപ്പെടുന്ന ധാരാളം രോഗികൾ, എത്രയോ ആളുകൾ ഹോസ്പിറ്റൽ ഡോക്ടർമാരുടെ ചികിത്സയിൽ വെന്റിലേറ്ററിലും ICUലും ഉൾപ്പെടെ വീടുകളിൽ വിശ്രമത്തിൽ കഴിയുന്ന നിരവധി രോഗികൾ, 4th സ്റ്റേജ് കഴിഞ്ഞ ധാരാളം രോഗികൾ ഉണ്ട്. ചെറിയ കുരുന്നു മക്കളിലുണ്ട്. ഇന്നലെ മംഗലാപുരത്ത് കണ്ണങ്കാറ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്വലാത്തിന്റെ വാർഷികത്തിൽ സംബന്ധിച്ചപ്പോൾ ഒരു കുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ പിടിപെട്ട് വളരെ വിഷമം പറഞ്ഞ് ആ കുടുംബം പ്രത്യേകം ധരിക്കാൻ വേണ്ടി പറയുകയും, ആ കൂട്ടത്തിൽ ക്യാൻസർ പിടിപെട്ട ഒരു ചെറുപ്പക്കാരന്റെ വിവരം പറയുകയും, അങ്ങനെ ധാരാളം ആളുകൾ വിവിധ രോഗങ്ങളാൽ വിഷമിച്ച് പ്രയാസം പറഞ്ഞ രോഗികളുണ്ട്.
മിനിഞ്ഞാന്ന് ഇന്നലെ ഞായറാഴ്ച ഉച്ചയോടുകൂടെയാണ് ദുബൈയിൽ നിന്ന് മംഗലാപുരത്തെത്തിയത്. ശനിയാഴ്ച നമ്മുടെ ICF-ന്റെ പരിപാടി അബുദാബിയിൽ വെച്ച് നടന്നിരുന്നു. വലിയ ആത്മീയമായ മജ്‌ലിസ് അവിടെ സംഘടിപ്പിച്ചു. അക്കൂട്ടത്തിൽ നമ്മുടെ ഈ പരിസര നാടുകളില്ല, കർണാടകയിലുള്ള കാസർഗോഡ് ജില്ലയിലുള്ള ധാരാളം ആളുകൾ, ചെറുപ്പക്കാർ ഉൾപ്പെടെ ധാരാളം നമ്മുടെ സ്നേഹികൾ മജ്‌ലിസിൽ സംബന്ധിച്ചു. അക്കൂട്ടത്തിലും പല രോഗികളെ കാര്യം പറഞ്ഞ് വിഷമം പറഞ്ഞ ക്യാൻസർ പിടിപെട്ട രോഗികൾ വരെ ആ പ്രവാസ ലോകത്ത് പരീക്ഷിക്കപ്പെട്ട് പ്രയാസകരമായ അവസ്ഥകളിൽ റബ്ബേ ഈ മജ്‌ലിസൊക്കെ അവർ ലൈവിൽ ശ്രദ്ധിക്കുന്നുണ്ടാകും. റബ്ബേ അവർക്കും ഞങ്ങൾക്കും ഉൾപ്പെടെ ഞങ്ങളെ കുടുംബങ്ങളിലും സ്നേഹികളിലുമുള്ള സകല രോഗികൾക്കും നീ പൂർണ്ണമായ ശിഫാ നൽകണം റഹ്മാനേ. ദർസ് പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുക എന്നുള്ളത് അത് പഠിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അനിവാര്യമായതാണ്. ദീൻ പഠിപ്പിക്കലും പഠിക്കലും അതിനു വേണ്ടുന്ന സഹായങ്ങളും സഹകരണങ്ങളും അവരെ സ്നേഹിക്കുകയൊക്കെ അഷ്റഫുൽ ഖൽഖായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. അൽഹംദുലില്ലാ നമ്മുടെ ഈ പൊയ്യത്തവയിൽ വലിയ വിപുലമായ ദർസ് ഇപ്പോഴും ഫൈസി ഉസ്താദിന്റെ നേതൃത്വത്തിൽ മറ്റുള്ള ഉസ്താദന്മാരുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. ഒരു നാട്ടിൽ ഒരു ദർസ് നടക്കുമ്പോൾ ആ നാടിനത് വലിയ ഒരു കാവലാണ്. മുതഅല്ലിമീങ്ങൾ ഓതി പഠിച്ച് പരിശുദ്ധമാക്കപ്പെട്ട ദീൻ ദഅവത്തിന് വേണ്ടി അവരുടെ ഇൽമിനെ അവർ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ആരെല്ലാം സഹായിച്ച് സഹകരിച്ചോ അതെല്ലാം നമ്മുടെ ഹയാത്ത് കാലത്തിലും മരണശേഷവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ ഗുണകരമായ ഒരു പ്രവർത്തനമാണ് ദീനിനെ സഹായിക്കുക എന്നുള്ളത്. ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദിനെ സംബന്ധിച്ച് നമുക്കൊന്നും പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. ഫൈസി ഉസ്താദ് ധാരാളം വർഷങ്ങളായി ഇവിടെ ദറസ് നടത്തി വരുന്നു. ഒരുപാട് പണ്ഡിതന്മാരെ മുദരിസന്മാരെ വാർത്തെടുക്കാൻ ഉസ്താദിന് കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം പണ്ഡിതന്മാര് പുറത്തിറങ്ങി ദീനി ദഅവത്ത് നടക്കുകയും ദറസ് നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ശിഷ്യന്മാരെ വാർത്തെടുക്കാൻ ഉസ്താദ് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് കല്ലേരിയിലെ ഇക്റാമു സുന്ന എന്റെ ദറസിൽ മുദരിസായി നിൽക്കുന്ന അനസ് അസ്ഹരി കൊയ്യത്തുവയിലുള്ള. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ ഫൈസി ഉസ്താദിന് അള്ളാഹു വലിയ തൗഫീഖ് നൽകിയിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഇൽമിൽ ബറക്കത്ത് നൽകുമാറാവട്ടെ. അവർക്കും നമുക്കൊക്കെ അള്ളാഹുവിന്റെ ത്വഅത്തിലായി ജീവിച്ച് പ്രവർത്തിച്ച് അവസാനം മരിക്കുമ്പോൾ ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഉസ്താദിന്റെ എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനേ. പരിശുദ്ധ ദീൻ ദഅവത്ത് അത് വലിയ ബഹുമാനമുള്ളതാണ്. ഞാൻ വാക്കു ചുരുക്കുന്നു. റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാവരും സ്വലാത്തുല്ലേ, ഓർക്കണ സ്വലാത്തുല്ലേ. ഞാൻ 5 മിനിറ്റ് കൊണ്ട് സംസാരം നിർത്തി നമുക്ക് ദ്വാരന്ന് മജ്‌ലിസ് പൂർത്തിയാക്കണം. ഓർക്കണ സ്വലാത്തുല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി ഖാതിമുൽ അംബിയാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ മദീനയിൽ മഹാന്മാരെ ദീൻ ദഅവത്തിനു വേണ്ടി പറഞ്ഞേക്കുന്ന കൂട്ടത്തിൽ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് യമനിൽ പോയി ദീൻ ദഅവത്തിനു വേണ്ടി പറഞ്ഞേക്കുകയാണ്.
അതിനുവേണ്ടി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ? വാക്ക് ചുരുക്കി പറയുകയാണ്, താരീഖിൽ നീണ്ടതാണ്, അതിലേക്കൊന്നും കടക്കുന്നില്ല. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട മുആദേ, അങ്ങ് യമനിൽ പോയിട്ട് പരിശുദ്ധ ദീൻ ദഅവത്ത് ചെയ്യണം, അവിടുത്തെ ആളുകൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കണം, ദീനിലേക്ക് ക്ഷണിക്കണം, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. മുആദേ റളിയല്ലാഹു അൻഹു എനിക്ക് സന്തോഷമുണ്ട്, കാരണം ദീൻ ദഅവത്ത് നടത്താനല്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പക്ഷേ ഒരു ബേജാറുമുണ്ട്, പ്രയാസവും ഉണ്ട്. ഇതുവരെ ഹബീബായ തങ്ങളെ കൂടെ മദീനയിൽ സദാസമയവും ചെലവഴിച്ച ഞാൻ യമനിലേക്കങ്ങ് എന്റെ യാത്ര തിരിച്ചു കഴിഞ്ഞാൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ എനിക്ക് സമയം ചെലവഴിക്കാൻ കഴിയില്ലല്ലോ, തങ്ങളെ കാണാൻ പറ്റില്ലല്ലോ. 5 വക്ത് ഫർദ് നിസ്കാരം തങ്ങൾ ഇമാമായി നിൽക്കുമ്പോൾ മഅ്മൂമായി തുടരാനും ആമീൻ പറയാനുമൊക്കെ നമുക്ക് ഇപ്പോൾ തങ്ങൾ പറയാണ്, എനിക്ക് ഇപ്പോൾ പറ്റുന്നുണ്ട്. ഞാൻ യമനിലേക്ക് പോയാലോ തങ്ങളെ കൂടെ എനിക്ക് മഅ്മൂമായി നിസ്കരിക്കാൻ പറ്റില്ലല്ലോ, സങ്കടം ഉണ്ട്. ഹബീബായ തങ്ങളോട് കാര്യമൊക്കെ വിഷമത്തിൽ പറഞ്ഞപ്പോ വീണ്ടും തങ്ങൾ പറയാണ്, അഷ്റഫുൽ ഖൽഖായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഓ പ്രിയപ്പെട്ട മുആദേ, അങ്ങ് യമനിൽ പോയി ദീനീ ദഅവത്ത് നടത്തി എല്ലാം കഴിഞ്ഞ് തിരിച്ച് മദീനയിലേക്ക് വരുമ്പോൾ എന്നെ കാണൂല മുആദേ, ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടാകും മുആദേ. വഫാത്ത് സൂചിപ്പിച്ചുകൊണ്ട് ഹബീബായ തങ്ങള് മുആദ് തങ്ങളോട് കാര്യമങ്ങ് പറഞ്ഞപ്പോൾ മുആദ് തങ്ങൾക്ക് വീണ്ടും സങ്കടം സഹിക്കാൻ പറ്റിയില്ല. തങ്ങളെ അടഞ്ഞുകൂട്ടി പിടിക്കുന്നു. നബിയേ, ഞാനിപ്പോൾ ദീനദഅവത്തിന് വേണ്ടി പോകുമ്പോൾ തന്നെ തങ്ങളെ കൂടെ സമയം ചെലവഴിക്കാൻ കഴിയാത്ത സങ്കടത്തിലാണുള്ളത്. തങ്ങൾ അവിടുന്ന് പറഞ്ഞല്ലോ, ഞാൻ ദീനദഅവത്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഹബീബായ തങ്ങൾ ഇവിടെ ജീവിതത്തിൽ ഉണ്ടാകില്ലെന്ന് പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റുന്നില്ല. ഹബീബായ തങ്ങളെ പിടിച്ചുകൂട്ടി സങ്കടം പറഞ്ഞപ്പോ നബി തങ്ങൾ അവിടുന്ന് സമാധാനിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മുആദേ, അങ്ങ് വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. ലൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഓ പ്രിയപ്പെട്ട മുആദേ, പരിശുദ്ധമായ ദീൻ ദഅവത്ത് കാരണം ഏതെങ്കിലും ഒരാള് ഖൈറിന്റെ വഴിയിലേക്ക് ദീനിലേക്ക് തിരിച്ചു വന്നാൽ, ഒരാള് നന്മയിലേക്ക് തിരിച്ചു വന്നാൽ, ഒരു മുസ്ലിം അല്ലാത്തൊരു വ്യക്തി ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ വചനങ്ങൾ ഉച്ചരിച്ച് പരിശുദ്ധ ദീനിലേക്ക് ഒരാൾ കടന്നു വന്ന് ദീനിന്റെ മെമ്പർഷിപ്പ് എടുത്താൽ, ഓ പ്രിയപ്പെട്ട മുആദേ, അതല്ലേ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും കിട്ടുന്നതിനേക്കാൾ വലിയ ഖൈറെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ മുആദ് തങ്ങൾ അത് ആ കാര്യം ഏറ്റെടുത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞതനുസരിച്ച് ദീൻ ദഅവത്തിന് വേണ്ടി യമനിലേക്ക് തിരിക്കുന്നു.
ആ ദീനീ പ്രബോധനം അത് വലിയ മഹത്വമേറിയതാണെന്നല്ലേ തങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തിയത്. ആ ദീൻ ദഅവത്താണ് ഇന്നും സകല സ്ഥലങ്ങളിലും സ്ഥാപനങ്ങൾ, മസ്ജിദുകൾ ഉൾപ്പെടെ പഴയകാലത്തെ പോലെ ഇന്നും നടന്നു വരികയാണ്. ആ ഒരു ദീനീ സംരംഭമാണ് നമ്മുടെ പൊയ്യത്തവയിൽ ഇന്നും ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ദറസും നമ്മുടെ സംരംഭങ്ങളും നമ്മുടെ എല്ലാ ദീനീ വിഷയങ്ങളും ഖിയാമം വരെ നിലനിർത്തുമാറാകട്ടെ. അതിനുവേണ്ടി നാം സഹായിക്കുക, സഹകരിക്കുക. അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുവോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു കൊടുക്കുക. അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളത്. നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക, നല്ലത് പറയുക, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക. നമ്മളെ കൊണ്ട് എന്തെല്ലാം ഖൈറാത്തുകൾ ചെയ്യാൻ പറ്റുന്നുവോ അത്തരം ഖൈറാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക. മറ്റുള്ള ഷർറുകളിൽ നിന്ന് നാം ഒക്കെ അകന്നു നിൽക്കുക, തെറ്റുകളിൽ നിന്ന് അകന്ന് ജീവിക്കുക. നല്ല കാര്യങ്ങൾ നാം ജീവിതത്തിൽ പ്രാവർത്തികമായി കൊണ്ടുവരിക. സ്വലാത്തിലൂടെ, ദിക്റിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ, ഹദ്ദാദിലൂടെ, ഖുർആനിലൂടെ നമുക്ക് നമ്മുടെ നാവ് കൊണ്ട് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചൊല്ലാൻ പറ്റുന്നുവോ, പറയാൻ പറ്റുന്നുവോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുക. ഒരാളെ കുറ്റം കുറവ് നോക്കാനോ, ഒരാളെ ഇൻസൾട്ട് ആക്കാനോ, ഒരാളെ പരിഹസിക്കാനോ നാം സമയം കാണരുത്. നമ്മുടെ നാവ് കൊണ്ട് ഒരാളെയും കുറവാക്കണ്ട. ഒരൊറ്റ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ ഗ്രൂപ്പിസത്തിന്റെ പേരിൽ അഭിപ്രായം പറയണ്ട. ഒരൊറ്റ സാദാത്തുക്കളെ സയ്യിദന്മാരെ രാഷ്ട്രീയം നോക്കി കുറവാക്കണ്ട. ഒരൊറ്റ മുതഅല്ലിമീങ്ങളെ, ഒരു വ്യക്തികളെയും നാം അഭിപ്രായം പറഞ്ഞ് അവരെ ഇൻസൾട്ട് ആക്കുന്ന രൂപത്തിലാകണ്ട. അത് വലിയ തെറ്റാണ്. വലിയ ഗൗരവമുണ്ട് അക്കാര്യത്തിലേക്ക്, ഗീബത്തിലേക്ക് വലിയ ഗൗരവമുണ്ട്. അതിനു വേണ്ടിയല്ലല്ലോ അല്ലാഹു നമുക്ക് നാവ് നൽകിയിട്ടുള്ളത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഹദീസിൽ വറത്തിബ് ലിസാനക ബിദിക്രില്ലാഹ്, അല്ലാഹു നമുക്ക് നൽകിയ നാവ് അത് റബ്ബിന്റെ പൊരുത്തത്തിൽ നാം ചെലവഴിക്കുക. നല്ല നിലക്ക് നാം നമ്മുടെ നാവിനെ ഉപയോഗപ്പെടുത്തുക. ഇവിടെ കാലകാലം നമുക്ക് നിലനിൽപ്പില്ല. ഇവിടുത്തെ ജീവിതം താൽക്കാലികമാണ്. വളരെ ചുരുങ്ങിയ കാലമാണ് നമ്മുടെ ജീവിതമുള്ളത്. അതുകൊണ്ടല്ലേ മഹാന്മാരായിരിക്കുന്ന സൂഫിയാക്കന്മാർ, ഔലിയാക്കന്മാര്, ഇവിടെ മറവിട്ടെടുക്കുന്ന മഹദിയായിരിക്കുന്ന മണവാട്ടി ബീവി ഉമ്മയെ പോലെയുള്ള റളിയല്ലാഹു അൻഹ ഉൾപ്പെടെയുള്ള നമ്മുടെ ലോകത്തുള്ള സകല ഔലിയാക്കന്മാരും ഈ ഭൂമിയെ പരിചയപ്പെടുത്തിയത് തന്നെ അദ്ദുനിയാ ദാറുൽ ഫനാ വൽആഖിറതു ദാറുൽ ഖുലൂദ്. ഇവിടുത്തെ ജീവിതം താൽക്കാലികമാണ്, നശിക്കുന്ന ലോകമാണ്. ഇവിടുത്തെ ഭാര്യഭർത്തിയ ജീവിതത്തിന്, വീടിന്, കൊട്ടാരത്തിന്, നമ്മുടെ ബിസിനസിന്, ജോലിക്ക്, ഫ്ലാറ്റിലേക്ക് ഒന്നിനും അധികാരമില്ല, ഒന്നിനും നിലനിൽപ്പില്ല. എല്ലാം നശിക്കുന്ന ലോകമാണ്. നശിക്കാത്ത ലോകം വൽആഖിറതു ദാറുൽ ഖുലൂദ്, അത് പാരത്രിക ലോകമാണ്. മഹാന്മാര് പരിശുദ്ധ ഖുർആൻ തെളിവായി കണ്ടുപിടിച്ചത് വൽആഖിറതു ഖൈറും വബഖാ, ശേഷിക്കുന്ന ലോകം അത് പാരത്രിക ലോകമാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിൽ നാം ചെലവഴിക്കുക. എപ്പോഴാണ് നമ്മുടെ മരണം നമ്മൾക്കൊരാൾക്കും പറയാൻ പറ്റില്ല. ഏത് സമയവും നമ്മളെ മരണം പിടികൂടും. അൽ മൗതു ഹഖ്, മരണം അത് യാഥാർത്ഥ്യമാണ്. അതിൽ ഒരാൾക്കും സംശയം ഇല്ല. ഏതു സമയവും നമ്മളെ മരണം പിടികൂടും. വളരെ ചുരുങ്ങിയ ആയുസ്സാണ് നമുക്കുള്ളത്. ഹബീബായ തങ്ങൾ പറയുന്നത്, ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, വളരെ ചുരുങ്ങിയ കാലം, 60-70, ഇങ്ങനെ ചുരുങ്ങിയ കാലമാണ് തങ്ങളുടെ സമുദായത്തിന്റെ ആളുകളുടെ ആയുസ്സെന്ന് തങ്ങൾ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ചുരുങ്ങിയ ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കുക. ഏത് സമയവും നമ്മളെ മരണം പിടികൂടും.
മിനിഞ്ഞാന്ന് ശനിയാഴ്ച അബൂദാബിയിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സംഘടനാ പരിപാടി അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ തൊട്ടുമുമ്പ് വെള്ളിയാഴ്ച അജ്മാനിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ സംബന്ധിച്ച ഒരു ചെറുപ്പക്കാരൻ വലിയ സങ്കടം പറഞ്ഞു. ഒരു ദിവസം മുമ്പ് നമ്മുടെ പ്രവർത്തകൻ കൂട്ടുകാരൻ കർണാടകയിൽ നമ്മുടെ മംഗലാപുരം ബജിപ്പെ എന്ന് പറയുന്ന പരിസരത്തുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം അറ്റാക്ക് സംഭവിച്ചു മരണപ്പെട്ടതായ പ്രയാസകരമായ വിഷകരമായ ഒരു അവസ്ഥ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. 2-3 ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ കല്ലേരിക്കടുത്തുള്ള വെളുത്തങ്ങാടി താലൂക്കിൽ ജാറുകബയിൽ എന്ന സ്ഥലത്ത് ഒരു പള്ളിയുടെ പരിപാടി കഴിഞ്ഞ് നമുക്ക് വാട്സാപ്പിലോ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അന്നത്തെ നാട്ടിലെ മജ്ലിസ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഭക്ഷണ വിതരണമൊക്കെ കഴിഞ്ഞു. വീട്ടിൽ 12 മണി 1 മണി സമയത്ത് എത്തി. മുസ്തഫ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നമ്മളൊക്കെ വാട്സാപ്പിൽ കണ്ടതല്ലേ, 10-26 വയസ്സ് പ്രായമുള്ള ആ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് 1 മണി സമയം വന്നു. കിടന്നുറങ്ങി, സുബൈക്ക് എഴുന്നേൽക്കുന്നില്ല, മയ്യിത്തായിട്ടുണ്ട്, അറ്റാക്കിൽ മരണപ്പെട്ടതാണെന്നാണ് കിട്ടിയ വിവരം. അല്ലാഹുവേ, ആ മുസ്തഫാക്ക് ഉൾപ്പെടെ അജ്മാൽ മരണപ്പെട്ടു പോയ പ്രവർത്തകൻ ഉൾപ്പെടെ നമ്മയിൽ നിന്ന് ആരെല്ലാം അടുത്തും മറ്റുമായി കൺമറഞ്ഞിട്ടുണ്ടോ, ഖബറിനെ സ്വർഗമാക്കണം റഹ്മാനേ. ഏത് സമയം മരണം നമ്മളെ പിടികൂടും ഒരാൾക്കും പറയാൻ പറ്റില്ല. ഞാൻ വാക്കു ചുരുക്കുന്നു, ഏതു സമയവും മരണം നമ്മളെ പിടികൂടുമല്ലോ. മരണത്തിന്റെ സമയമെത്തിയാൽ ഇല്ല ഒരു സെക്കൻഡും അല്ലാഹു നമ്മളെ പിന്തിച്ചിടുകയില്ലെന്നല്ലേ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. വലഹി വഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹ് നിശ്ചയിച്ച സമയമെത്തിയാൽ ഒരു സെക്കൻഡും അല്ലാഹ് നമ്മളെ പിടിച്ച് അല്ലാഹു നമ്മളെ പിന്തിക്കുകയില്ല, കിടന്ന് കൊടുക്കുക തന്നെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിതവും മരണവുമൊക്കെ അവന്റെ പൊരുത്തത്തിലായി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അവസാനം മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ആഖിബത്ത് നന്നായി അവസാന ശ്വാസം നിൽക്കുമ്പോൾ റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട വജ്ഹ് കണ്ട് തബസ്സുമിൽ പിരിയാൻ അല്ലാഹു ഈ ദർസ് വാർഷിക മജ്ലിസിനെ സംബന്ധിച്ച കാരണം കൊണ്ട് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ വാക്കു ചുരുക്കുന്നു. അല്പം ദിക്റും സ്വലാത്തും ഇസ്തിഗ്ഫാറും പറഞ്ഞ് ദുആ മജ്ലിസ് അങ്ങ് പൂർത്തിയാക്കുന്നു. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ഇന്ന് രാവിലെ തുടങ്ങിയ പരിപാടി പല ആളുകളും ഇതുമായി സഹകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ ചീർണിക്കുള്ള അരി മുഴുവൻ നൽകിയത് നമ്മുടെ മഖാമിൽ എപ്പോഴും സിയാറത്തിന് വരുന്ന നമ്മുടെ ജമാഅത്തിനെ പലർക്കും സഹായിക്കുന്ന ആസിഫ് ഉള്ളാളം അരി പൂർണ്ണമായി അദ്ദേഹം നൽകിയതാണ്. ഇറച്ചി നമ്മുടെ അധ്യക്ഷരുടെ അനിയൻ ഇസ്മായിൽ സാഹിബ്, ലത്തീഫ് ബനാന, അബൂബക്കർ കറാച്ചി, കിന്നൽ ഹമീദ് ഇവരാണ് ഇറച്ചി ഏറ്റെടുത്തിട്ടുള്ളത്. ഉച്ചഭക്ഷണം പൂർണ്ണമായി നമ്മളെ ജമാഅത്ത് കമ്മിറ്റിയാണ് തന്നിട്ടുള്ളത്. നമ്മുടെ വിദ്യാർത്ഥികൾ ഈ പരിപാടിയുടെ പ്രചരണാർത്ഥം വീടുകളിൽ സന്ദർശിച്ചപ്പോൾ എല്ലാ ആളുകളും വളരെ സന്തോഷപൂർവ്വം വലിയ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജമാഅത്ത് ഭാരവാഹികൾക്ക് നേരത്തെ തന്നെ ഇവിടെയുണ്ട്. എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട മുൻ സെക്രട്ടറി കരീം ഷാ, അതുപോലെ തന്നെ മൊയ്തീൻ കുഞ്ഞി ഹാജി നീരളിക എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നു. അതോടൊപ്പം നമ്മൾ ഈ പരിപാടിക്ക് വന്നപ്പോൾ പലരും മഖാമിൽ സംഭാവന നൽകിയത് ഉസ്മാൻ ഉസ്താദ് അറിയിച്ചിട്ടുണ്ട്. ധാരാളം സ്ത്രീകൾ സംഭാവന നൽകിയിട്ടുണ്ട്. അള്ളാഹു എല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ.
വിസ ശരിയാവാൻ വേണ്ടി, മകന് വിസ ശരിയാവാൻ വേണ്ടി, ജോലി ശരിയാവാൻ വേണ്ടി 200 രൂപ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയും തങ്ങൾ ദുആ ചെയ്യും. ദുആയിലേക്ക് കടക്കും.